അതൊക്കെ അപ്പൊ അടുത്ത സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഞാനിപ്പോ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിനകത്ത് എക്സാമ്പിൾ ആയിട്ട് നോക്കാൻ പോകുന്നത് ലെറ്റ് മന്ത് ഈസ് ഈക്വൽ ടു 3. എനിക്കിത് ഏത് മാസമാണെന്നുള്ളത് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഏത് മാസമാണെന്നുള്ള പ്രിന്റ് ചെയ്യണം. ഈ കോഡ് എഴുതാൻ മടിയായതുകൊണ്ട് ഞാൻ തൽക്കാലം കോപ്പൈലറ്റിനെ ഓൺ ആക്കുന്നു. യൂസിങ് ഇഫ് പ്രിന്റ് മന്ത് അന്ന് വരട്ടെ. ഓക്കെ, സോ യെസ്, ഇത്രയും കോഡാണ് എനിക്ക് ഇത് തന്നത്. കോപ്പൈലറ്റിന് പൊക്കോ പണി കഴിഞ്ഞിട്ടുണ്ട്. ഡിസേബിൾ കംപ്ലീഷൻസ് ഈ കോഡ് ആവശ്യമുള്ള ലൈവ് നമ്മുടെ സിമ്പിൾ ഇഫ് എൽസ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ എഴുതണം. ഇത് നല്ലൊരു സിന്റാക്സ് അല്ല, കാരണം ഇതിനകത്ത് ഓരോ തവണയും മന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്. പോരത്തേന് ഇത് അത്യാവശ്യം വൃത്തികെട്ട കോഡാ. കണ്ടറിയാം റിപ്പീറ്റേഷൻ. ആരാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഈ പറഞ്ഞ മന്തിന്റെ സാധനം റിപ്പീറ്റ് ചെയ്യാണ്. ഇതെന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ അല്ല, കാരണം ഓരോ തവണയും പ്രിന്റ് ചെയ്യുന്ന വാല്യൂ ഡിഫറെന്റ് ആണ്. നമുക്കപ്പോ ഇതിനെ സ്വിച്ച് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്വിച്ച് കണ്ട, ഇതാണ് ഇതിന്റെ സിന്റാക്സ്. സ്വിച്ചിന്റെ സിന്റാക്സ് ഇതാണ്. ഇതിനകത്ത് കാണാത്ത കുറച്ചധികം പുതിയ ആൾക്കാരുണ്ട്. ഇതിനകത്ത് ബ്രേക്കിന് മാത്രമേ നിങ്ങൾക്ക് പരിചയമുള്ളൂ, നമ്മളത് ഇപ്പൊ കണ്ടതാണ്. ഇതിനകത്ത് കാണാത്ത സ്വിച്ച് ഉണ്ട്, കേസ് ഉണ്ട്, ഡിഫോൾട്ട് ഉണ്ട്, സോ കീ ഉണ്ട്. കീ എന്ന് പറയുന്നത് ഇതിനകത്ത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട വേരിയബിൾ ഏതാണോ. നമ്മുടെ കേസിൽ മന്ത് ആണ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. സോ മന്ത് ആണ് എന്റെ കീ. ഓക്കെ, വാല്യൂ എന്ന് പറയുന്നത് മന്തിന് വരാൻ സാധ്യതയുള്ള വാല്യൂ. ഇവിടുത്തെ കേസിൽ 1 2 3 4 5 6 7 8 9 11 അങ്ങനെ ആ ഒരു വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി ആ വാല്യൂ വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇതേപോലെ എനിക്ക് 1 ഉണ്ട്, 2 ഉണ്ട്, 3 4 5 6 7 8 9 10 11 12. എന്തു ഇത് സ്റ്റെപ്പോ? സോ ഇത്രയും വേരിയബിൾസ് എനിക്കുണ്ട്. കേസ് 2, കേസ് 3, കേസ് 4, കേസ് 5, കേസ് 6, കേസ് 7, കേസ് 8, കേസ് 9, കേസ് 10. എന്തോരം കേസ്, അവര് വക്കീലിനുള്ളിൽ ഇത്രയും കേസ് കാണത്തില്ല അല്ലേ? ഓക്കെ, സോ കേസ് 12. ഓക്കെ, തൽക്കാലം ജനുവരി, ഇത് വലിയ പാടായല്ലോ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ 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 അങ്ങനെ. ഓക്കെ, അത് അങ്ങനെയാണ് ഈ സാധനം വർക്ക് ആവുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഞാൻ മൊത്തം ഫില്ല് ചെയ്യാൻ നിൽക്കുന്നില്ല. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ റിപ്പീറ്റേഷൻ ഒഴിവാക്കി വെക്കാം. നേരത്തെ പോലെ മന്ത് ഈക്വൽ ടു ഈക്വൽ ടു ഈക്വൽ ടു ഈക്വൽ ടു ഈക്വൽ ടു ആ സാധനം ഒന്നും ഇവിടെ നോക്കണ്ട. ഇവിടെ ആ വേരിയബിൾ കൊടുക്കുക, ഈ കേസിനകത്ത് വാല്യൂ കൊടുക്കുക. ആ ഒരു വാല്യൂ ആണ് ഈ കീൻ്റെതെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൊടുക്കുക. സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സിന്റാക്സ് വേരിയബിൾ അല്ലെങ്കിൽ കീവേഡ് ആണ്. അതിനകത്ത് ഒരു പാരാന്തസിസിനകത്ത് നമ്മൾ നമ്മുടെ വേരിയബിൾ നെയിം ഏതാണോ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് അത് കൊടുക്കുന്നു. ഇവിടെ കേസ് എന്ന് പറഞ്ഞൊരു കീവേഡ്, അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. ഇനി ഡിഫോൾട്ട് എന്ന് പറഞ്ഞ് വേറൊരു സാധനമുണ്ട്. ഇതിനൊന്നിലും പെടാത്ത ഒരു വാല്യൂ ആണ് വരേണ്ടതെങ്കിൽ എന്താണ് ഇടേണ്ടത്? അങ്ങനെ ഒരു മാസം ഇല്ല, അങ്ങനെ ഒരു മാസം ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു മാസം ഇല്ല എന്ന് പറഞ്ഞ് എനിക്ക് കോമൺ ആയിട്ടൊരു മെസ്സേജ് കൊടുക്കാം. വല്ല 24 36 വാല്യൂ ആണ്, എന്ത് വേണോ കയറി വരാം. സോ അതെന്ന് പറയുന്നത് അവിടെ ഇടാൻ പറ്റും. ഇനി നമുക്കിതിപ്പോ ഞാനിവിടെ പ്രിന്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ലൂപ്സ് അല്ല, നോഡ് സ്വിച്ച് കണ്ട, മാർച്ച് 1 ജെ എന്താ മാർച്ച് 1 ജെ നേരത്തെ ഞാൻ ടൈപ്പ് ചെയ്തപ്പോ കയറി വന്നായിരിക്കും. കണ്ട, മാർച്ച് 1. ഞാനിപ്പോ ഇത് മാറ്റിയിട്ട് ഇവിടെ ഇപ്പൊ ഞാൻ 1 കൊടുക്കുകയാണെങ്കിൽ എവിടെ എന്റെ സ്വിച്ച്, ഞാനിപ്പോ അവിടെ 1 കൊടുക്കുകയാണെങ്കിൽ ജനുവരി വരും. ഇനി ഈ ബ്രേക്ക് എന്തിനാണ് ഇവിടെ ഇട്ടത്? ബ്രേക്ക് ഇട്ട് എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടേ, അതൊരു വലിയ പ്രശ്നം. ഈ സ്വിച്ചിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇഫിന്റെ ഒക്കെ പ്രശ്നം ഒരു ഇതെന്താന്ന് വെച്ചാൽ, ഒരെണ്ണം ചെക്ക് ചെയ്തു കണ്ടാ മാത്രം അകത്ത് കയറും. ഒരു സ്ഥലത്ത് അകത്ത് കയറി എന്ന് കരുതിക്കോ. എന്ന് വെച്ചാൽ മന്ത് ഈക്വൽ ടു 1 ആണ്. അത് ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിനെ ഒരു കണ്ടീഷനും ചെക്ക് ചെയ്യത്തില്ല. ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനും ചെക്ക് ചെയ്യത്തില്ല. ഓക്കെ, ചെക്ക് ചെയ്യത്തില്ല അത്. പക്ഷെ സ്വിച്ചിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ ഇപ്പൊ എന്റെ വാല്യൂ എന്താണ്? മന്തിൻ്റെത് 1 ആണ്. അപ്പോ ഓട്ടോമാറ്റിക്കലി കേസ് 1 ട്രൂ ആവേണ്ട. ഞാൻ ഇതിനി ഒന്ന് ലോഗ് ചെയ്താൽ കണ്ട, ജാനുവരി പ്രിന്റ് ആയി. എന്തുകൊണ്ട്? മന്ത് 1 ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് ഫെബ്രുവരി ആയി, മാർച്ച് ആയി, ജനുവരി അങ്ങനെ അങ്ങ് അറ്റം വരെ പോകും. മനസ്സിലായി? അതുകൊണ്ടാണ് ബ്രേക്ക് ഇടുന്നത്. അപ്പൊ ബ്രേക്ക് ഇട്ടാനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ അത് പ്രിന്റ് ആയി ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്ന കരുതിക്കോ. ഇവിടെ മന്ത് ജനുവരി ആണെങ്കിൽ ആ ഒരു നേരത്തെ ബ്രേക്ക് ആവും. ബ്രേക്ക് ആയ എന്ത് പറ്റും? ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് ഏതാ? ഈ പറഞ്ഞ കേർലി ബ്രാക്കറ്റിന്റെ പുറത്ത് വരും.
അതിനാണ് ഇവിടെ സ്വിച്ച് ഇട്ടേക്കുന്നത്. സ്വിച്ച് അല്ലല്ലോ, ബ്രേക്ക് ഇട്ടേക്കുന്നത്. ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ ഇപ്പൊ 5ാമത്തെ കണ്ടീഷനാണ് ട്രൂ ആവുന്നത്. 6 തൊട്ട് ബ്രേക്ക് ഇല്ലെങ്കിൽ അങ്ങ് അറ്റം വരെ പോകും. മനസ്സിലായോ? വെറുതെ അങ്ങ് പ്രിന്റ് ചെയ്തോണ്ടു ട്രൂ ഓർ ഫോൾസ് ഇറ്റ് ഡസന്റ് കെയർ. അത് ക്ലിയർ ആയോ? അത് ഇതിന്റെ ഒരു ഡിഫക്റ്റ് ആണെന്ന് പറയാം. അതുകൊണ്ട് ബ്രേക്ക് ഇടുന്നത് സ്വിച്ചിൽ മസ്റ്റ് ആണ്. ഇവിടെ ഇപ്പോ കേസ് നമ്പർ സ്ട്രിങ് ആണെന്ന് കരുതിക്കോ. കേസ് നമ്പർ സ്ട്രിങ് ആണെന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ട്രിങ് ഇടണം. ഞാനിപ്പോ കേസ് നമ്പർ സ്ട്രിങ് ആക്കി വെച്ചോളാം. ഞാൻ ഇതിപ്പോ ഇത് ചെയ്യുകയാണെങ്കിൽ കൺസോൾ ഇസ് നോട്ട് എ ഫംഗ്ഷൻ. അത് വേറെ എവിടെ എറർ അടിച്ചാണല്ലോ. അതെവിടെ എറർ അടിച്ചേ? അങ്ങനെ ഒരു ഇതില്ല. അതെന്താ കൺസോൾ ഡോട്ട് ലോഗ്. എന്റെ മന്ത് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്ട്രിങ്ങും ഇതെന്ന് പറയുന്നത് നമ്പരുവാ. നമുക്കപ്പോ അത് ഡേറ്റ ടൈപ്പ് നോക്കുന്നുണ്ടോ നോക്കാം. എനിക്ക് ഇതെന്താടാ ബാക്കി വരാത്ത. കണ്ട, അങ്ങനെ ഒരു മാസം ഇല്ല. അത് കാരണം ഇത് സ്ട്രിങ്ങും അത് നമ്പരും ആയതുകൊണ്ടാണ്. ഞാനപ്പോ ഇവിടെയും ഇതാണെങ്കിൽ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കൊടുത്താൽ ജനുവരി വരും. മനസ്സിലായോ? അതപ്പോ ആ വേരിയബിളിന്റെ ടൈപ്പ് കൂടെ നോക്കി നിങ്ങൾ ആ വാല്യൂ കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ?